സമകാലിക ഫുട്ബോളിൽ തന്തവൈബ് എന്ന വാചകം ഏറ്റവും കൂടുതൽ യോജിക്കാറ് റൊണാൾഡോയ്ക്കാണെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. കാരണം പലരും അവസാനിപ്പിച്ച് വിശ്രമിക്കുന്ന വയസ്സിൽ അയാൾ മൈതാനത്തിന്നും തുടരുകയാണല്ലോ. അതും ആ തന്തവൈബ് എന്ന ചിന്തയെപ്പോലും തിരുത്തി എഴുതിക്കൊണ്ട്. അഹങ്കാരിയാണ്, സെൽഫിഷാണ്, പെനോഡയാണ് എന്നെല്ലാം ചിലർ അവകാശപ്പെടുമ്പോൾ, പരിഹസിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ കൂടെ കളിച്ചവരും അയാൾക്ക് മുന്നേ കരിയർ അവസാനിപ്പിക്കാൻ നിർബന്ധിതമായവരും 39-ാം വയസ്സിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് തങ്ങളെ ഒന്ന് ദർശിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കാൽപാദം പോലും നിങ്ങൾക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നില്ല എന്നതിനെ തിരിച്ചറിയേണ്ടതുണ്ട്. അവസാനിച്ചു എന്നിടത്തു നിന്നും തുടങ്ങി വെക്കുന്നതാണല്ലോ അയാൾക്ക് ശീലം, അല്ലെങ്കിൽ അതാണല്ലോ അയാളുടെ പതിവ്. കഴിഞ്ഞ 2 ദശാബ്ദമായി നാം അതിങ്ങനെ ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. അയാളതങ്ങനെ പുനഃസൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനാണ് ബെസ്റ്റ് എന്നയാൾ പറയുമ്പോൾ പലർക്കും അത് അഹങ്കാരമായി തോന്നാം. എന്നാൽ മിച്ച ഭക്ഷണം കഴിച്ച് വിശപ്പകറ്റിയവൻ്റെ ലോകത്ത് താൻ സ്വയം മോട്ടിവേഷനായി മാറുന്നതായിരുന്നു അയാളുടെ കഥ. അവിടെ താനായിരുന്നു ഹീറോ. ആ കോൺഫിഡൻസിന് മുന്നിൽ മറ്റാരുമില്ലെന്നായിരുന്നു അയാൾ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. താൻ തന്നോട് തന്നെ നടത്തുന്ന പോരാട്ടം മാത്രമാണ് തൻ്റെ സക്സസ് എന്ന് അയാൾ കരുതിയിരുന്നു. അതായിരുന്നു അയാളുടെ മെൻറ്റാലിറ്റി. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് മുകളിൽ മറ്റാരെന്ന ചോദ്യത്തിന് അയാളുടെ ഉത്തരം അങ്ങനെയാകുന്നത്. സായുക്തമാക്കിയതെല്ലാം അയാളിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ 40ലേക്ക് കടക്കുമ്പോഴും ഭൂതകാലത്തിലെ ചിലതിനെ അയാൾ റിക്രിയേറ്റ് ചെയ്യുന്നുമുണ്ട്. അതിനുദാഹരണമാണ് ഈ ലോകം ഇടയ്ക്കിടെ സാക്ഷിയാകുന്നതും. AFC ചാമ്പ്യൻസ് ലീഗിൽ അയാളത് തെളിയിക്കുന്നത് അന്തരീക്ഷത്തിൽ അളന്നുറപ്പിച്ച ഈ ഹെഡറിലൂടെയാണ്. പഴയ റോണോ പുതിയ റോണോ എന്ന ഹെഡ്ലൈനുകളെല്ലാം ഒറ്റ ഹെഡർ കൊണ്ട് അയാൾ വിസ്മരിപ്പിക്കുന്നുണ്ട്. ഇരട്ട ഗോൾ നേടിയ ആ മത്സരത്തിൽ മികച്ച കളിക്കാരനായും കരിയർ ഗോളുകളിലേക്ക് 923 സംഖ്യയും ചേർത്തുകൊണ്ട് 30s അയാൾ ഇന്ന് വിട പറയുന്നുണ്ട്. ഇനി 40s തന്ത വൈബിലേക്ക്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾക്കയാളെ ഇനിയും വേദനിപ്പിക്കാം, അതിൽ സ്വയം പുളകിതരാകാം. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇന്നും അയാൾ ഇതേ ഫുട്ബോൾ ലോകത്തിൻ്റെ തലപ്പത്ത് പന്ത് തട്ടുക തന്നെയാണ്. അയാൾക്ക് പുറകിൽ മദീനയുടെ തെരുവിൽ നിന്നും ഈ ലോകത്തെ വെട്ടിപ്പിടിച്ച ഒരു കഥയുണ്ട് പറയാൻ. നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് കളിക്കുന്ന മൈതാനത്ത് നിന്നും എവിടേക്കാണ് യാത്ര തിരിക്കേണ്ടതെന്നത് നിശ്ചയം പോലുമില്ല. പക്ഷേ ആ മൈതാനത്തും റൊണാൾഡോ എന്ന പേര് വിരോധികളുടെ ഉറക്കം നിരന്തരം കളയുന്നുണ്ട്. അതുമാത്രം മതി അയാൾക്കും അയാളുടെ ആരാധകർക്കും. ഇവിടെ അവസാനമെന്നൊരു വാക്കേയില്ല, എല്ലാം ആരംഭം തന്നെയാണ്. പഴയതോ പുതിയതോ ഇല്ല, റൊണാൾഡോ എന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ്. ഇനി 40s ചരിത്രമെഴുതാം.